നബിവാക്യം. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ദാനധർമ്മമാണ്, അഥവാ അതൊരു സൽക്കർമ്മമാണ്. പുഞ്ചിരി എന്നത് മാന്യതയുടെ ശരീരഭാഷയാണ്. ഒരാളുടെ നന്മ നിറഞ്ഞ മനസ്സിൻ്റെയും ഹൃദയ നൈർമല്യത്തിൻ്റെയും പ്രതിഫലനമാണത്. മറ്റുള്ളവരെ അഭിമുഖീകരിക്കുമ്പോൾ പുഞ്ചിരിക്കുന്നത് പുണ്യകർമ്മമാണെന്നാണ് നബി തിരുമേനി പഠിപ്പിക്കുന്നത്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ബലിഷ്ഠമായ പാശമാണ് പുഞ്ചിരി. മുതൽ മുടക്കില്ലാതെ ഏതൊരാൾക്കും നൽകാൻ കഴിയുന്ന അമൂല്യമായൊരു സമ്മാനം. ശാസ്ത്രീയമായി വിശകലനം ചെയ്താലും പുഞ്ചിരിയിലൂടെ നിരവധി നേട്ടങ്ങൾ കൊയ്യാനാവുമെന്ന് തെളിയിക്കുന്നു. പ്രിസ്ക്രിപ്ഷനില്ലാതെ നിരന്തരം ഉപയോഗിക്കാവുന്ന നല്ല ഒരു മെഡിസിനായിട്ടാണ് പുഞ്ചിരിയെ വൈദ്യശാസ്ത്രം കണക്കാക്കുന്നത്. പുഞ്ചിരിക്കുമ്പോൾ മാനസിക പിരിമുറുക്കത്തിന് ഹേതുവാകുന്ന ഹെപ്പിനെഫ്രിൻ, ഡോപ്പമൈൻ പോലുള്ള ഹോർമോണുകളുടെ അളവ് കുറയുകയും പ്രതിരോധ കോശങ്ങളുടെ എണ്ണത്തിലും പ്രവർത്തനക്ഷമതയിലും വർധനവുണ്ടാകുകയും ചെയ്യും. ആന്തരാവയവങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ശരീരത്തിലെ വിവിധ പേശികൾക്ക് ആരോഗ്യം നൽകുന്നതിലും പുഞ്ചിരി മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. രോഷം, അമർഷം, നൈരാശ്യം, ഉത്കണ്ഠ എന്നിവയിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ മന്ദഹാസത്തിനാകുമെന്നാണ് ശാസ്ത്രീയ വശം. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുഗമമായ പ്രവർത്തനത്തിന് പുഞ്ചിരി അനിവാര്യമാണ്. ആരോഗ്യം വർദ്ധിപ്പിക്കാനും മനസ്സംഘർഷം ലഘൂകരിക്കാനും സർവോപരി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആകർഷകത്വത്തിന് മാറ്റുകൂട്ടാനും പുഞ്ചിരി ഉത്തമമാണെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സദാ പുഞ്ചിരിക്കുന്ന മുഖഭാവമായിരുന്നു നബിയുടേത്. എണ്ണമറ്റ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും പ്രവാചകൻ്റെ മുഖഭാവവും സ്വഭാവവും പുഞ്ചിരിക്കുന്നതായിട്ടല്ലാതെ കണ്ടിട്ടില്ല എന്ന് അനുചരന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.